ചാലക്കുടി വ്യാജ ലഹരിമരുന്ന് കേസ് പ്രതി നാരായണദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരി കേസിൽ കുടുക്കിയത് താനാണെന്ന് നാരായണദാസ് പോലീസിനോട് സമ്മതിച്ചു. MS ലിഷോയിയാണ് വിവരങ്ങളുമായി ചേർന്നത്. ലിഷോയ്, ഷീല സണ്ണിയെ വ്യാജ ലഹരി കേസിൽ കുടുക്കി ജയിലിലടച്ചു. അക്കാര്യത്തിൽ അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഇന്നലെ പിടികൂടിയ പ്രതി നാരായണദാസിനെ അറസ്റ്റ് രേഖപ്പെടുത്തി മറ്റ് തുടർ നടപടികളിലേക്ക് കടക്കുന്നു. മറ്റെന്തൊക്കെ വിവരങ്ങൾ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാൻ കഴിയും? കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ട് എന്നുള്ളതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവനായ VK രാജു ഡിവൈഎസ്പി വ്യക്തമാക്കിയത്. ഇതിൽ കൂടുതൽ പ്രതികൾ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരെ ചേർക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഷീല സണ്ണിയുടെ മരുമകളെ കൂടി ഈ കേസിൽ പ്രതി ചേർത്തിട്ടുണ്ട്. ഷീല സണ്ണിയുടെ മരുമകളായ ലിവിയ ജോസിനെയാണ് പ്രതി ചേർത്തിട്ടുള്ളത്. ലിവിയ കേസിൽ രണ്ടാം പ്രതിയായാണ് ഇപ്പോൾ പ്രതി ചേർത്തിട്ടുള്ളത്. അതായത് നൈജീരിയൻ സ്വദേശിയുടെ കയ്യിൽ നിന്ന് ലിവിയയാണ് വ്യാജ ലഹരി സ്റ്റാമ്പുകൾ വാങ്ങിയത്. ഷീല സണ്ണി ലഹരി വിൽക്കുന്നുവെന്ന് വിളിച്ചു പറഞ്ഞത്, എക്സൈസ് ഉദ്യോഗസ്ഥരെ വിളിച്ചു പറഞ്ഞത് ഈ നാരായണദാസ് ആണ്. ഈ സ്റ്റാമ്പുകളാണ്, ഈ ലിവിയ വാങ്ങിയ സ്റ്റാമ്പുകളാണ് പിന്നീട് ഈ ഷീല സണ്ണിയുടെ വാഹനത്തിനകത്ത് നിന്നും കണ്ടെത്തിയതെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കൃത്യമായ ഗൂഢാലോചന ഈ ഒരു സംഭവത്തിൽ കേസിൽ നടന്നിട്ടുണ്ട്. പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ഇനി ചോദ്യം ചെയ്യും. മറ്റ് പ്രതികളുടെ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത്. കേരളത്തിന് പുറത്തു നിന്ന് ആണ് പുറത്ത് പലയിടങ്ങളിലായാണ് നാരായണദാസ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ഒടുവിൽ ബംഗളൂരുവിൽ നിന്നാണ് ഇയാളെ ഇന്നലെ പോലീസ് സംഘം പിടികൂടിയത്. ഇനിയിപ്പോൾ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് എത്തിക്കുകയും ഇയാളെ പിന്നീട് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ നാരായണദാസിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കി. ഇയാൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ലഹരി കേസിൽ ഷീല സണ്ണിയെ, നിരപരാധിയായ ഒരു സ്ത്രീയെ, വീട്ടമ്മയെ കുടുക്കിയത് താൻ തന്നെയാണ് എന്നാണ് പോലീസിനോട് സമ്മതിച്ചത്. പിന്നിൽ ആരെല്ലാം എന്ന വലിയ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് എത്തുകയാണ് ഈ അന്വേഷണ പുരോഗതി വിവരങ്ങൾ കേൾക്കുമ്പോൾ.